ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഇന്ന് നമുക്ക് ഇവിടെ ഒരു സാമ്പാർ ഉണ്ടാക്കിക്കളയാം. അപ്പം ഇത് 3/4 കപ്പ് തോരപ്പരിപ്പ് കുതിർത്തി വെച്ചിരിക്കും. പിന്നെ അതിൻ്റെ കൂടെയിട്ട് വേവിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഷർ കുക്കറിലിട്ട് വേവിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനത്തിന് ഇച്ചിരി വേവ് കൂടുതലാണ്. ഉരുളൻകിഴങ്ങ്, വെള്ളരിക്ക, കുമ്പളങ്ങ, ചേന, ചേമ്പ്. സാധാരണ ചേമ്പ് അങ്ങനെ സാമ്പാറിലിട്ട് കാണാറില്ല, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് വെച്ച് തന്നെ ഞാനങ്ങ് ഇടുക. സവാള. ഇത്രയും നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരും വരെ അങ്ങ് വേവിക്കുക. പ്രഷർ കുക്കറിലിട്ടിരിക്കും. സവാള നീളത്തിലരിഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി നമ്മൾ വേവ് കുറഞ്ഞ പച്ചക്കറികൾ, വെണ്ടക്ക, വഴുതനങ്ക അതുപോലുള്ള സംഗതികൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ 4 വിസിൽ കയറ്റി കഴിഞ്ഞാൽ ഇനി അതങ്ങ് ഓഫ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട കഷ്ണങ്ങൾ, ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് എന്ത് വേണേലും ഇടാം. അപ്പം ഇവിടെ ഇപ്പോൾ ഇടാൻ പോകുന്നത് മുരിങ്ങാക്കോല്, വെണ്ടക്ക, പടവലങ്ങ, ഇത് സാമ്പാർ ബീൻസ്, ഈ വഴുതനങ്ങ, ഇത്രയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കഷ്ണങ്ങൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം വെച്ച് വേവിച്ചെടുക്കണം. ഈ പൊടികൾ ഇതിൻ്റെ അകത്ത് ഇത് വറതാളിക്കാനുള്ള സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വേപ്പില, ഉള്ളി, പച്ചമുളക്, കടുക്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ പറഞ്ഞ പച്ചക്കറികളൊക്കെ ഇച്ചിരി വലിയ കടായി, വലിയ ചീനച്ചട്ടി എടുത്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഇനി ഇതിലോട്ട് മറ്റേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിടണം. വേറൊരു പാത്രത്തിൽ വെച്ച് വറതാളിച്ചിട്ട് ഇതിലോട്ട് ഇടണം. അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഇത് ഓപ്ഷണലാണ്. നമ്മൾ തക്കാളി ഇടുന്നുണ്ട്, അതിൻ്റെ പുളി മതിയെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വളം പുളിവെള്ളം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി കൂടുതൽ ഉപയോഗിക്കും. ഈ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വറതാളിക്കുന്ന ആ ഇതിലോട്ട് വറതാളിക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് അടുപ്പത്തിൽ. കടുക് പൊട്ടി കഴിയുമ്പോൾ വേപ്പില, പച്ചമുളക്, കൊച്ചുള്ളി, ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിടുക ആദ്യം. അത് കഴിഞ്ഞ് ഇത് ചാറുള്ള കറി ആയതുകൊണ്ട് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സാധാരണ വറതാളിക്കുമ്പോൾ വറ്റൻമുളക് ഇടാറുണ്ട്. ഇവിടെ വറ്റൻമുളക് ഇടുന്നില്ല. പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പൊടികളുടെ അകത്ത് മുളക് പൊടിയുണ്ട്. അപ്പോൾ എരിവിനതെല്ലാം മതി. അപ്പോൾ ഉള്ളിക്ക് സ്ലൈറ്റ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പൊടിയൊക്കെ ഇടുക. ഈ പൊടി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്യുക, ഈ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കും. വറതാളിച്ചതിലോട്ട് കോരിയിടുക. തക്കാളി ഇട്ട് ഇനി അത് കഴിഞ്ഞ് ഈ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കണത്, പരിപ്പ്, ഉരുളൻകിഴങ്ങ് അതുപോലെ എല്ലാം വേവിച്ച് വെച്ചിരിക്കണത് ഇതിലോട്ട് ഇടുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ഇനി ഇത് നല്ലപോലെ തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഈ പരിപ്പിലൊന്നും ഉപ്പിട്ടിട്ടിരുന്നല്ലോ, ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഉപ്പെല്ലാം ഇതിലൊന്ന് പിടിക്കണം. തിളച്ച് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ ഉപ്പ് ഒന്നുകൂടെ നോക്കണം. ഉപ്പ് കറക്റ്റാണെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡി. ഉപ്പ് പോരാ, ഉപ്പ് കുറച്ചുകൂടി ഇടണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇടാം. അപ്പോൾ എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്. ഞാൻ പുളി ഇച്ചിരി കൂടെ ഒഴിച്ചായിരുന്നു. ഇപ്പോഴാണ് പുളി കറക്റ്റായത്. അപ്പോൾ ഇത്
സാമ്പാർ പൊടി ഉപയോഗിക്കാത്ത ഒരു സാമ്പാറാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.